കഴിഞ്ഞ കാൽ നൂറ്റാണ്ട് കാലത്ത് മലയാള സാഹിത്യ ലോകത്ത് ഇറങ്ങിയ ശ്രദ്ധേയമായ കൃതികളാണ് മലയാള മനോരമ അടുത്ത കാലത്ത് ഒരു പട്ടികയായി പ്രസിദ്ധീകരിച്ചത്. നമ്മുടെ സമകാലിക സാഹിത്യ രംഗത്തിൻ്റെ ശക്തിയും അതിൻ്റെ ഗാംഭീര്യവും ഒക്കെ വ്യക്തമാക്കുന്നതാണ് ഈ കൃതികളെല്ലാം. അതിനൂതനമായ ആഖ്യാന ശൈലി, ഭാവുകത്വത്തെ പൂർണ്ണമായും പരിഷ്കരിക്കുന്ന ആഖ്യാന ശില്പ ഭംഗി, പ്രമേയ വൈവിധ്യം, ചരിത്രപരമായ ഉൾക്കാഴ്ചകൾ, രാഷ്ട്രീയവും സാമൂഹ്യവും പരിസ്ഥിതിപരവും ലിംഗപരവുമായിട്ടുള്ള വ്യക്തമായ നിലപാടുകൾ, ദേശത്തിൻ്റെയും കാലത്തിൻ്റെയും ദൂരങ്ങളെ അനായാസമായി കൈക്കുമ്പിളിലെടുത്ത് അമ്മാനമാടുന്ന തരത്തിലുള്ള ശൈലി, ഒപ്പം വളരെ ആഴത്തിലുള്ള ഉൾക്കാഴ്ചകൾ, ചിന്തിക്കുകയും ചിരിപ്പിക്കുകയും ചെയ്യുന്ന ഇരുണ്ട ഫലിതം, ഇങ്ങനെ നമ്മളെ വളരെയധികം ആഹ്ലാദിപ്പിക്കുകയും ആനന്ദിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്നതാണ് നമ്മുടെ ഇക്കാലത്തെ സാഹിത്യകൃതികൾ. എന്നാൽ ഒരു സാഹിത്യകൃതി നമ്മളെ ഞെട്ടിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ ആ കൃതിയാണ് PV ഷാജികുമാറിൻ്റെ മരണവംശം. അമ്മേടെ യൂണിവേഴ്സിറ്റിന്ന് അഡ്മിറ്റ് കാർഡ് വന്നിട്ടോ? ആഹാ, അത് നന്നായല്ലോ. അപ്പോ ഈ വിസയും ടിക്കറ്റൊക്കെ കാശ് എത്ര വേണ്ടി വരുടാ? ഒരു 4-5 ലക്ഷം എന്തായാലും വേണ്ടി വരും. എത്ര ദിവസം കിട്ടും നമുക്ക്? 20-25 ദിവസം. അമ്മ ഞാനെന്താ മറുപടി അയക്കണ്ടേ? നീ ഓക്കെ പറഞ്ഞോ? KSFE, ഈ നാടിൻ്റെ ധൈര്യം. എല്ലാം കൊണ്ടും വളരെ അസാധാരണമായിട്ടുള്ള ഒരു നോവൽ എന്ന് പറഞ്ഞാൽ പോരാ. ഇതിൻ്റെ ഞെട്ടലിൽ നിന്ന്, ഇത് വായിച്ചു തീർന്ന അതിൻ്റെ ഒരു പിടുത്തത്തിൽ നിന്ന്, മുറുക്കത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ധർമ്മപുരാണം, OV വിജയൻ്റെ ധർമ്മപുരാണം പോലെയൊക്കെ പൂർണ്ണമായിട്ടും നമ്മളെ കീഴടക്കിക്കളയുന്ന, നമ്മളെ ഒരു സ്തംഭനാവസ്ഥയിലേക്ക് മാറ്റിക്കളയുന്ന ഒരു കൃതിയാണ് ഈ മരണവംശം. ഷാജികുമാർ പത്രപ്രവർത്തകനാണ്, കഥാകൃത്താണ്, സിനിമ തിരക്കഥ രചയിതാവാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ നോവലാണ് മരണവംശം. അദ്ദേഹം കാസർഗോഡുകാരനാണ്. കാസർഗോഡ് കർണാടകം തമ്മിലുള്ള, കേരളത്തിൻ്റെയും കർണാടകത്തിൻ്റെയും അതിർത്തിയിലുള്ള പലതരത്തിലുള്ള ഭാഷകൾ സംസാരിക്കുന്ന, തുളുവും മലയാളവും ഒക്കെ ചേർന്ന ഭാഷ സംസാരിക്കുന്ന ഒരു പ്രദേശം, എർക്കാന എന്ന അദ്ദേഹത്തിൻ്റെ ഭാവനയിൽ സൃഷ്ടിക്കപ്പെട്ടതെങ്കിലും യാഥാർത്ഥ്യത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രദേശമാണ്. ആ പ്രദേശത്തിൻ്റെ ഒരു ദേശ ചരിത്രമാണ് ഈ പൂർണ്ണമായിട്ടും ഡിസ്റ്റോപ്പിയൻ എന്ന് വിളിക്കപ്പെടാവുന്ന, മനുഷ്യത്വ രഹിതവും അക്രമാസക്തവും അങ്ങേയറ്റം ജുഗുപ്സാവഹവുമായ ഒരു കാലഘട്ടത്തിൻ്റെ, ഒരു അനുഭവത്തിൻ്റെ അല്ലെങ്കിൽ അനുഭവ പരമ്പരയുടെ വളരെ ദൃശ്യതയുള്ള ഒരു കഥനമാണ് ഷാജികുമാർ നിർവഹിച്ചിരിക്കുന്നത്. ഇത് അക്രമവും ആസക്തിയുമാണ് ഈ നോവലിൻ്റെ പ്രധാനപ്പെട്ട 2 സ്തംഭങ്ങൾ എന്നുള്ളത് വളരെയധികം ഇതിനകം പരാമർശിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അക്രമത്തിൻ്റെ ഏറ്റവും ഭീകരമായിട്ടുള്ള ഒരാഖ്യായികയാണ്. അതോടൊപ്പം തന്നെ അക്രമത്തിൻ്റെ വ്യർത്ഥത കൃത്യമായി വെളിപ്പെടുത്തുന്ന, ചൂണ്ടിക്കാണിക്കുന്ന ഒരു രചനയും കൂടിയാണിത്. പ്രധാനപ്പെട്ട, വളരെ പ്രശസ്തമായിട്ടുള്ള അല്ലെങ്കിൽ മഹത്തായ ക്ലാസിക്കുകളുടെ സ്വഭാവം അതിനുണ്ട്. മഹാഭാരതം പോലെ യുദ്ധത്തിൻ്റെ വ്യർത്ഥതയെ, ഹിംസയുടെ വ്യർത്ഥതയാണ് മഹാഭാരതത്തിൻ്റെ അല്ലെങ്കിൽ ഹോമറിൻ്റെ ഇലിയഡിൻ്റെ ട്രോജൻ യുദ്ധത്തിൻ്റെ വ്യർത്ഥതയെക്കുറിച്ചാണ് ഹോമർ പറഞ്ഞതെങ്കിൽ, കുരുക്ഷേത്ര യുദ്ധത്തിൻ്റെയും അല്ലെങ്കിൽ സ്വത്തിനും ഭൂമിക്കും ഒക്കെ വേണ്ടിയിട്ടുള്ള ഈ മനുഷ്യരുടെ ഈ അക്രമാസക്തമായ സംഘർഷങ്ങളുടെ വ്യർത്ഥതയെക്കുറിച്ചാണ്. തീർച്ചയായിട്ടും ഈ പുസ്തകം മരണവംശം ഈ പ്രദേശത്തിൻ്റെ പ്രത്യേകത വളരെയധികം ഒരു ഗോത്ര പോരിൻ്റെയും കുടിപ്പകയുടെയും താരതമ്യേന നിസ്സാരമായ കാരണങ്ങളാൽ മനുഷ്യനെ യാതൊരു ഒരു മനസ്സാക്ഷി കുത്തുമില്ലാതെ വെട്ടിക്കൊല്ലുന്ന ഒരു കഥയാണ്. ഒരു കുടിപ്പകയുടെ ഒരു പരമ്പര തന്നെയാണ് ഈ കഥയിലൂടെ ഉയർന്നു വരുന്നത്. അതോടൊപ്പം ഇത്
സർവതന്ത്ര സ്വതന്ത്രമായ കാമനയുടെ, ആസക്തിയുടെ, ലൈംഗിക ദാഹത്തിൻ്റെ ഒരു ആഘോഷവും കൂടിയാണ്. ഈ കാസർഗോഡുള്ള ഒരു നാടൻ കലാരൂപമാണ് പൂരക്കളി. ഈ പൂരക്കളിയുടെ ഒരു വളരെ പൂരക്കളിയുടെ ഒരു സ്വഭാവത്തിനെ ഉപജീവിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ കഥ എഴുതിയിരിക്കുന്നത്. അദ്ദേഹം തന്നെ പറയുന്നു, നോക്കൂ, പൂരക്കളി എന്ന് പറഞ്ഞാൽ അത് കാമദേവൻ്റെ ഒരു ആഘോഷമാണ്. കാമത്തെ കൊന്നുകളഞ്ഞ ദൈവത്തിനെതിരെ, അല്ലെങ്കിൽ കാമത്തിൻ്റെ അവസാനത്തിന് ശേഷം കാമത്തിൻ്റെ പുനർജന്മം ആണ് ഈ പൂരക്കളിയുടെ ഒരു സന്ദേശം. പാർവതിയുടെ പ്രണയത്തിൽ ആകർഷിക്കാൻ കാമദേവൻ നടത്തിയ ശ്രമം കൊണ്ട് രോഷാകുലനായ ശിവൻ ക്രോധാഗ്നിയിൽ കാമദേവനെ കൊന്നുകളയുന്നു. ആ കാമദേവൻ്റെ പുനർജന്മത്തിന് വേണ്ടി ആണ് പൂരക്കളിയുടെ ആഘോഷം. ദൈവം കൊന്നുകളഞ്ഞ കാമത്തെ തിരിച്ചു വിളിച്ച ഓർമ്മയാണ് ഞങ്ങൾക്ക് പൂരം. പൂരക്കളി, പൂരത്തിൻ കളിയും. പൂരക്കളിക്ക് പാടുന്ന പൂരമാലയുടെ 1 മുതൽ 18 വരെയുള്ള നിറങ്ങളാണ് മരണവംശത്തിൽ അധ്യായങ്ങളായി വേർതിരിച്ചിരിക്കുന്നത്. ആസക്തിയിൽ നിന്നുണ്ടായ 18 നിറങ്ങൾ. അതുകൊണ്ട് ഈ പുസ്തകത്തിൻ്റെ അധ്യായങ്ങളും 18 നിറങ്ങൾ എന്നുള്ള പേരിലാണ്. അത് പൂരക്കളിയിൽ നിന്നുള്ള ഒരു രീതിയാണ്, പൂരക്കളുടെ രീതിയാണ് അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്നത്. ഈ 18-ന് ഒരുപാട് സവിശേഷതകളും പ്രാധാന്യവുമുള്ളതാണ്. പലതരത്തിലുള്ള പൗരാണിക അർത്ഥങ്ങളിൽ, പൗരാണിക തലങ്ങളിലും മറ്റും 18-നൊരു പ്രത്യേക അർത്ഥം, വളരെ പ്രതീകാത്മകമായ അർത്ഥമുണ്ട്. മഹാഭാരതം 18 ഖണ്ഡമാണ്. ഭഗവത്ഗീത 18 ചാപ്റ്ററാണ്. കുരുക്ഷേത്ര യുദ്ധം 18 ദിവസം നീണ്ടതാണ്. കുരുക്ഷേത്ര യുദ്ധത്തിലെ സൈനിക സന്നാഹങ്ങൾ, അക്ഷൗഹിണി 18 അക്ഷൗഹിണിയാണ്. ഇങ്ങനെ 18-നൊരു വളരെ പ്രത്യേക അർത്ഥമുണ്ട്, വളരെ സിംബോളിക്കായിട്ടുള്ള അർത്ഥമുണ്ട്. അത് പ്രധാനമായിട്ടും സംഘർഷത്തിൻ്റെയും ആ സംഘർഷത്തിൻ്റെ പരിഹാരവും, ഒരു മനുഷ്യാനുഭവത്തിൻ്റെ പൂർണ്ണതയും ആ പൂർണ്ണതയിൽ നിന്ന് ഉള്ള ഒരു അടുത്ത ഘട്ടത്തിലേക്കുള്ള രൂപമാറ്റത്തിനെയും കുറിക്കുന്നു എന്നാണ് ഇത് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ പുസ്തകത്തിൻ്റെ ഈ കഥ, ഈ എർക്കാനയിലെ കുടുംബങ്ങളുടെ 2-3 സാധാരണക്കാരായ മനുഷ്യരുടെ കുടുംബങ്ങൾ തമ്മിലുള്ള അനന്തമായ സംഘർഷങ്ങളുടെയും കൊലപാതകങ്ങളുടെയും അക്രമങ്ങളുടെയും കഥ. പക്ഷെ അവിടെയുള്ള ഈ ആസക്തിയുടെ, അല്ലെങ്കിൽ കാമനയുടെ, പ്രണയത്തിൻ്റെ വലിയ ആഘോഷവുമാണ്. ഈ കുടുംബത്തിൻ്റെയും അല്ലെങ്കിൽ പ്രണയരഹിതമായ ബന്ധങ്ങളിൽ കുടുങ്ങിപ്പോയ കുടുംബത്തിലെ സ്ത്രീകൾ സ്വന്തം ലൈംഗിക മോഹം വളരെ സർവതന്ത്ര സ്വതന്ത്രമായി തന്നെ ആ സ്വാതന്ത്ര്യത്തിലേക്ക് ആ സ്ത്രീകൾ കടന്നു പോകുന്ന ഒരു അനുഭവങ്ങളുണ്ട്. അതിൽ പറയുന്നത് അതിൽ ശരിയും തെറ്റും ഒന്നും കാണാനില്ല. അതിൽ സ്നേഹത്തിൻ്റെ മാത്രം ഭാഷയാണ് അതിനായി ഈ ഒരു കാരണമായി, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രേരകമായിട്ട് ഷാജികുമാർ നിർവഹിക്കുന്നത്. അപ്പോൾ ഒരേ സമയത്ത് അക്രമത്തിനെതിരെയുള്ള ആഹ്വാനവും ആസക്തിയുടെ ഒരു ആഘോഷവുമാണ് ഇതിൽ പ്രധാനമായിട്ട് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഭാഷ അതുപോലെ വളരെ സവിശേഷതമാണ്. ഈ പ്രദേശത്തിൻ്റെ കാസർഗോട്ടെ ഈ അത്യുത്തര മലബാറിൻ്റെ ഒരു പ്രത്യേക ജീവിതത്തിൻ്റെ ഭാഷയും അതിൻ്റെ രൂപകങ്ങളും അതിൻ്റെ പ്രതീകങ്ങളും ഒക്കെയാണ് നിരന്തരം കടന്നു വരുന്നത്. പല വാക്കുകളും കേരളത്തിലെ മറ്റുള്ളവർക്ക് മനസ്സിലാവാൻ പോലും സാധ്യതയില്ലാത്തതാണ്. അദ്ദേഹം തീർച്ചയായിട്ടും അവിടെ അടിക്കുറിപ്പുകളിലൂടെ അത് വിവരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ ഭാഷയുടെ പ്രത്യേകത, അദ്ദേഹത്തിൻ്റെ ഭാഷ വളരെ ചെറിയ വാക്കുകളിൽ അതിശക്തമായ, ഒരുപക്ഷെ ഒരു തരത്തിലുള്ളൊരു കവിത പോലെ വിരിയുന്ന ഭാഷയാണ്. അദ്ദേഹത്തിൻ്റെ ഗദ്യമാണെങ്കിലും അതിനകത്തൊരു കവിത നിറഞ്ഞുകൊണ്ട് അദ്ദേഹം തന്നെ പറയുന്ന, ഒരിക്കൽ ഷാജികുമാർ മറ്റൊരു അഭിമുഖത്തിൽ പറയുന്നത് കേട്ടു, കാസർഗോഡുകാരനായ മഹാനായ പി കുഞ്ഞിരാമൻ നായരുടെ ഭാഷയാണ് അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ, ആ ഭാഷയ്ക്കൊരു പ്രത്യേക ഭംഗിയും ഒരു വന്യതയും ഒരു വശ്യതയുമുണ്ട്. അദ്ദേഹം എഴുതുന്നു, നോക്കൂ, കദ്രോളിക്കുന്നിൻ്റെ ഉച്ചിയിൽ വെളിച്ചം പുലരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ചെടികളും പൂക്കളും സൂര്യസ്പർശമേൽക്കാതെ ആലസ്യത്തോടെ നിന്നു. മരങ്ങൾക്കിടയിലൂടെ കാറ്റ് ചൂളം വിളിച്ചു. കുന്നിൻ മുകളിൽ ഒറ്റയായി നിൽക്കുന്ന കുടിലിന് മുന്നിലെ പതിയിൽ രമണിയുടെ മനസ്സും നോക്കിക്കൊണ്ട് ചമ്രം പടിഞ്ഞിരിക്കുമ്പോൾ ശനിയറുവിൻ്റെ ഉള്ളിൽ മരണം നിറഞ്ഞു. പൗർണമിയെയും എടുത്ത് കുടിലിൻ്റെ പുറംവാതിലടക്കുകയാണ് രമണി. ശനിയറുവിൻ്റെ സാന്നിധ്യം പതിക്ക് മുകളിൽ അവൾ അറിഞ്ഞു. കൂപ്പുകൈ പോലെ മുനിഞ്ഞു കത്തുന്ന വിളക്കിലെ തിരിവെളിച്ചം കാറ്റിൽ ഇളകിയാടി. നീ പോകുന്നത് ഏർക്കാനയ്ക്കാ, വേണോ രമണി? ശനിയറുവിൽ ആധി നിറഞ്ഞു. കാറ്റ് ഏർക്കാനെ ആവർത്തിച്ച് പതിക്ക് മുന്നിൽ ചുറ്റിത്തിരിഞ്ഞു. വിളക്ക് കെട്ടു, പോണം.
നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് അവൾ പറഞ്ഞു, എനക്കെല്ലാം തീർക്കണം, എനക്കുറങ്ങണം. പൗർണമിയെ ഇടനെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് രമണി കദ്രൂളിക്കുന്ന് ഇറങ്ങുന്നത് അടച്ച വാതിലിൻ്റെ പടിയിലിരുന്ന് ചനിയറു നോക്കി നിന്നു. അയാൾ ദീർഘമായി, ചനിയറു എന്ന് പറഞ്ഞാൽ ഒരു തെയ്യമാണ്, കൊറഗജ്ജ എന്ന തെയ്യമാണ്, തെയ്യം കളിക്കുന്ന എൻ്റെ കഥാപാത്രമാണ്. ചനിയറു നോക്കി നിന്നു. അയാൾ ദീർഘമായി നിശ്വസിച്ചു. കാലങ്ങൾക്ക് മുമ്പേ ഹൃദയത്തിൽ ഉറച്ച ഒരു പാട്ടിൻ്റെ വരികൾ അയാളുടെ മനസ്സിൽ ഓർമ്മയായി വന്നു തൊട്ടു. ഇരുളിന് ഇരുള് വെളിയില്ലാത്ത കാലം, പകലിന് പകല് വെളിയില്ലാത്ത കാലം. അമ്മേടെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അഡ്മിറ്റ് കാർഡ് വന്നുട്ടോ. ആഹാ, അത് നന്നായല്ലോ. അപ്പോ ഈ വിസയും ടിക്കറ്റൊക്കെ കാശ് എത്ര വേണ്ടി വരുടാ? ഒരു 4-5 ലക്ഷം എന്തായാലും വേണ്ടി വരും. എത്ര ദിവസം കിട്ടും നമുക്ക്? 20-25 ദിവസം. അമ്മ ഞാനെന്താ മറുപടി അയക്കണ്ടേ? നീ ഓക്കെ പറഞ്ഞോ? KSFE ഈ നാടിന്റെ ധൈര്യം. ഇന്നും വടക്കേ മലബാറിലെ പ്രദേശങ്ങൾ, കാസർഗോഡും കണ്ണൂരും ഭാഗങ്ങളിൽ, ഇന്ന് മാത്രമല്ല പഴയ വടക്കൻ പാട്ടിൻ്റെ കാലം മുതൽ ഈ വടക്കൻ കേരളത്തിൻ്റെ ഒരു ഗോത്ര വൈരത്തിൻ്റെയും കുടിപ്പകയുടെയും പ്രണയത്തിൻ്റെയും ഒക്കെ കഥകളുടെ ഒരു ചരിത്രമുണ്ട്, പാരമ്പര്യമുണ്ട്. അത് നീണ്ട് ആധുനിക കാലത്തേക്ക് വരുമ്പോൾ അത് രാഷ്ട്രീയത്തിൻ്റെ മറ്റും നിറം കൈക്കൊള്ളുന്നു. പക്ഷേ അടിസ്ഥാനപരമായി ഹിംസയുടെയും ദുരന്തത്തിൻ്റെയും കഥകൾ മാത്രമാണ് നീണ്ടു നീങ്ങുന്നത്. ഈ നോവലിലും തീർച്ചയായിട്ടും രാഷ്ട്രീയമുണ്ട്. ഇതിൽ കോൺഗ്രസ്സുകാരുണ്ട്, കമ്മ്യൂണിസ്റ്റുകാരുണ്ട്, അവർ തമ്മിലുള്ള സംഘർഷമുണ്ട്, സംഘട്ടനമുണ്ട്. നന്മയുടെയും തിന്മയുടെയും അവതാരങ്ങളായി ഇവർ വരുന്നുണ്ട്. തിന്മ നിരന്തരമായി ജയിക്കുകയും അവസാനം വരെ ജയിക്കുകയും ചെയ്യുന്ന ഒരു അസാധാരണമായിട്ടുള്ള ഒരു കഥയുണ്ട്. പക്ഷേ അവസാനം ആ തിന്മ തന്നെ ആ തിന്മയുടെ മൂർത്തികളെ സ്വയം വിഴുങ്ങുന്ന ഒരു പ്രത്യേകതയുമുണ്ട്. ഇങ്ങനെ എന്തുകൊണ്ടും നമ്മുടെ വർത്തമാനകാലത്തിൽ ഈ പുതിയ ആഖ്യാന ശൈലി എന്ന് പറഞ്ഞാൽ പലതും നേരത്തെ പറഞ്ഞ പോലെ യാഥാർത്ഥ്യവും ഭാവനയും തമ്മിൽ കൂടിക്കലരുന്ന മാജിക്കൽ റിയലിസത്തിൻ്റെ സ്വഭാവം ഉൾക്കൊള്ളുന്ന ഒരുപാട് സമീപകാല രചനകളുണ്ട്. അതിലൊന്നാണ് ഇതും. പറഞ്ഞ പോലെ ഇതിൽ മൃഗങ്ങൾ സംസാരിക്കുന്നു, പക്ഷികൾ സംസാരിക്കുന്നു, മലകൾ സംസാരിക്കുന്നു, കാറ്റ് സംസാരിക്കുന്നു. എല്ലാം വളരെ സാധാരണ പോലെയാണ് ഈ പോകുന്നത്. ഇങ്ങനെ മലയാള സാഹിത്യ ചരിത്രത്തിലെ ഈ പുതിയ ഘട്ടത്തിൻ്റെ ഏറ്റവും കൃത്യമായ സൂചനകൾ, പുതിയ കാലഘട്ടത്തിൻ്റെ ഈ രാഷ്ട്രീയവും ആഖ്യാന ശൈലിയും എല്ലാം നിറഞ്ഞിരിക്കുന്ന ഒരു പുതുമയുടേതായ ആ ലോകത്ത് എന്തുകൊണ്ടും നിറഞ്ഞു നിൽക്കുന്ന ഒരു പുസ്തകമാണ് മരണവംശം PV ഷാജികുമാറിൻ്റെ. ഇതിനകം തന്നെ വളരെയധികം വിറ്റുപോയിരിക്കുന്ന ഒരു പുസ്തകം കൂടിയാണ്. മാതൃഭൂമി ബുക്സാണ് ഇത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഷാജികുമാർ ഒരുപാട് പുതിയ കൊടുമുടികൾ കീഴടക്കും എന്ന് ഉറപ്പ് നൽകുന്ന ഒരു പുസ്തകമാണ് ഇത്, ഷാജികുമാറിൻ്റെ മരണവംശം.